ഗായ്സ് നമുക്ക് ഫ്രീ ആയിട്ട് സ്വിമ്മിംഗ് പൂള് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. നമ്മൾ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് ചൂട് കാലത്ത് സ്വിമ്മിംഗ് പൂള് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് കിട്ടിയില്ല. നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്, മഴക്കാലത്താണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്കിത് അൺബോക്സ് ചെയ്ത് നമുക്ക് സെറ്റപ്പ് നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കേ. ആണ് ഇതിന്റെ പമ്പ് കേട്ടോ, ഇതിന്റെ പമ്പ് വരുന്നത്. പിന്നെയാണെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നല്ല മഴ ഉണ്ടോ, നല്ല മഴയത്ത് സ്വിമ്മിംഗ് പൂള് കിടക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മുടെ സ്വിമ്മിംഗ് പൂള് കണ്ടേ, കണ്ടോ ഇത്രയുള്ള സ്വിമ്മിംഗ് പൂൾ. നമ്മുടെ സ്വിമ്മിംഗ് പൂള് വരുന്നത് ഞാൻ പറയാം. ഇത് നമുക്ക് കാറ്റടിക്കാനുള്ള പമ്പ് നമ്മുടെ കയ്യിലുണ്ടാകുന്നുണ്ട്. ഇതാണ് അതിന്റെ പമ്പ് കാര്യങ്ങളുണ്ട്. ഇതാണ് അതിന്റെ പമ്പ് കേട്ടോ, കാറ്റടിക്കാനുള്ള പമ്പ്. നമുക്ക് അത് നൂറ്റി വെക്കാം. അത് നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് ഇത് ഇലക്ട്രിക് ആയതുകൊണ്ടേ കുട വേണം, അല്ലെങ്കിൽ ഫുള്ള് നനഞ്ഞ് ഫുള്ള്. അതുകൊണ്ട് നമ്മൾ കാറ്റടിക്കാൻ പോവാം. ഇതാണ് കാറ്റടിച്ചതാണ്. ഇനി ഒരു ലെയറൂടെ നമുക്ക് കാറ്റടിക്കാറുണ്ട് കേട്ടോ. അത് അടിച്ചാലേ ഇത് ഫുള്ള് പൊങ്ങി വരുത്തോളൂ. നമുക്ക് അടിക്കാം. പോകണം. നമ്മുടെ സ്വിമ്മിംഗ് പൂള് കണ്ട കാറ്റടിച്ച് ഇത്ര സെറ്റപ്പ് ആക്കി. ഇന്ന് നമ്മളിതിനകത്ത് കുളിച്ച് ആർമാദിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ടീംസൊക്കെ വരാനുണ്ട്. വന്നിട്ട് നമ്മളിന്ന് വെള്ളം നിറച്ചിട്ട് നമ്മളിന്ന് മഴ നമുക്ക് സ്വിമ്മിംഗ് പൂള് നമ്മൾ ആക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളെ പൂളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചാടിയാൽ മാത്രം മതി. നമ്മളിന്ന് പൈപ്പടിക്കാൻ പോകണം. അപ്പൊ നമ്മളാണ് സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് ഈ ചാടാൻ പോവാണ് കേട്ടോ. എങ്ങനുണ്ട്? സംഭവം കൊള്ളാമല്ലോ. നമ്മള് പ്രതീക്ഷക്കായിട്ട് കുറച്ച് നല്ല കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, നല്ല കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കാറ്റടിക്കുന്ന കുറച്ച് സമയം വന്നോളൂ. പിന്നെ നമ്മുടെ ബ്രോ കണ്ട ചാടാൻ പോകട്ടോ. നല്ല മഴയത്ത് നല്ല ഫുള്ള് മഴ ഇവിടെ കയറി കിടന്നാൽ ചൂട് സമയത്തായിരുന്നു പക്കായിരുന്നു, ഭയങ്കരമായ തണുപ്പ്. അടുത്ത ഞങ്ങളങ്ങ് ഇറങ്ങാം. ബീച്ച് രണ്ട് ബോളൊക്കെ ഉണ്ട്, നമുക്ക് തട്ടി കളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഓക്കെ, ഞാനെന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. സംഭവം കാണാൻ പിള്ളേരെല്ലാം ഇവിടെ അടിച്ചു പൊളിക്കുവാണ്. ഇതിന്റെ കീഴിലെല്ലാം വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി കിടക്കണം. പക്ഷെ കൊള്ളാം, മഴയത്ത് വെള്ളത്തിൽ കിടക്കുന്ന വേറെ വൈബാണ്. ചാടാൻ പോകുന്നു. വാ ഇതിനകത്ത് ഡ്രൈ കൂടുതൽ കാലല്ലേ വെള്ളം വെള്ളം വരാനുള്ള തമിഴ്നാടൊക്കെ കൊള്ളാം കേട്ടോ.
ഈ സാധനം സത്യം പറയണല്ലോ എന്തൊരു സമാധാനം അറിയോ, നല്ലതാണ്. പനിടയ്ക്ക് അടിക്കാൻ കിടക്കാൻ പാടല്ലോ. സത്യം പറഞ്ഞ തമാശ പറയല്ല, നല്ല സുഖം, നല്ല സമാധാനം. തല മാത്രമേ ഉള്ളൂ വെളിയിൽ, ബോഡി ഫുള്ളാണ്. നമ്മൾ ആരടി കുളഞ്ഞു പോയി കഴിഞ്ഞാൽ ആരടി കുളഞ്ഞു എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ആരടി കുളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്ര സമാധാനം കിട്ടും. വീഡിയോ കാണുന്നവരല്ലോ പക്ക നല്ല രസം. ഇതിനകത്തിന് അയച്ചു കിട്ടാണല്ലോ, അതിനാണ് ഐസായിട്ട് കണ്ടു വരും. ഇച്ചിറ വലുതായിരുന്നുണ്ടായിരുന്നല്ലോ, മൊബൈൽ എല്ലാം കൂടെ ഇറങ്ങി കിടക്കാം. ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ടൊന്നും ഉറങ്ങാൻ വേണം. ഇങ്ങനെ കിടന്നുണ്ടല്ലോ തല വാതിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു, അത്ര സുഖം. നല്ല അടിപൊളി. എന്തുകൊണ്ട് ഈ ഐഡിയ നമുക്ക് എന്താണ് ദാസം നമുക്ക് നേരത്തെ തോന്നാൻ കൊള്ളാം. പക്ഷെ ആരടി പോയി ആ വെള്ളത്തിൽ അടിക്കാൻ ശ്വാസം മുട്ടും, നമുക്ക് ശ്വാസം മുട്ടത്തില്ല. കിടന്ന് ഉറങ്ങാം. കൊള്ളണം. ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിൽ കൂടെ നോക്കിയപ്പോ ഞങ്ങൾ രക്ഷപ്പെടുത്തു. നീ ഇറങ്ങാനാ പറഞ്ഞു. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടല്ലോ. സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ ആദ്യമായിട്ടാണ് ആരടി കുളത്തിലേക്ക് പോയി കിടന്നാലോട്ട് നമ്മള് ഫുള്ള് തല മാത്രം വെച്ചിട്ട് ബോഡി കിടക്കുമ്പോ നല്ല രസമുണ്ട്. ഡീറ്റെയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ വാങ്ങിയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 3000 രൂപ അടുത്ത് റേഞ്ച് വരുന്ന നല്ലൊരു പൂള് ഞാൻ നോക്കി. ആദ്യമേ ചൂട് കാലത്ത് ഞാൻ വാങ്ങാൻ വേണ്ടി ഇരുന്ന, പക്ഷെ മഴ ആയതുകൊണ്ട് വൈബാക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചോണ്ട് വന്നാൽ നല്ല അത്യാവശ്യം ചെറിയ മഴ പെയ്തിട്ട് നല്ല മഴ പെയ്താൽ നിങ്ങളുടെ സീനായി നല്ല വീഡിയോ ആയിരിക്കും, സെറ്റ് ആക്കാം നമുക്ക്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എയർ പമ്പ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്. നിങ്ങൾ ആദ്യമേ കണ്ടിരുന്നല്ലോ വീഡിയോ. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ നമുക്ക് പൊളിക്കാം. അപ്പൊ നമ്മളുടെ ഇനി ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഐസിന്റെ വീഡിയോയും ഐസിൽ കിടന്നൊരു വീഡിയോ ഓൺ ദ വേ ആണ്. അത് നമ്മുടെ മെയിൻ ചാനലിലെ വരുത്തോളൂ. അപ്പം ടാറ്റ ടാറ്റ പറ.